ജാസ്മിൻ ജിന്നുവിനെ ചെറുതായിട്ടല്ലേ തല്ലിയത് എന്ന് പറയുന്നവരോട് അടിയിൽ ചെറുതും വലുതും എന്നും ഒന്നുമില്ല. ബിഗ് ബോസ് ജാസ്മിൻ ജിന്നുവിനെ ചെറുതായിട്ടല്ലേ തല്ലിയേ എന്ന് പറയുന്നവരോട് അടിയിൽ അങ്ങനെ ചെറുതെന്നോ വലുതെന്നോ ഇല്ല. ബിഗ് ബോസിന്റെ നിയമപ്രകാരം അടിക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ റോക്കി അടിച്ചപ്പോൾ ഞാനും ആദ്യമൊക്കെ വിചാരിച്ചല്ലെങ്കിൽ ആളുകൾ എല്ലാവരും പറഞ്ഞു ഒരു ചെറിയ ഇടിയല്ലേ, പക്ഷെ സംഭവിച്ചെന്താണ്, ഒരു സർജറി വരെ ചെയ്യേണ്ടതായിട്ട് വന്നു സിജോയ്ക്ക്. അപ്പം അടി ചെറുതാണോ വലുതാണോ എന്നുള്ളതല്ല ഇവിടുത്തെ കാര്യം. നമുക്ക് ദേഷ്യം വന്നാലും അത് കൺട്രോൾ ചെയ്ത് അവിടെ സർവൈവ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഗെയിം. അതനുസരിച്ചിട്ട് ഇത് ഗെയിം റൂളിന് എതിരായിട്ടുള്ള കാര്യമാണ് ജാസ്മിൻ ചെയ്ത്. ഉറപ്പായിട്ടും ആക്ഷൻ എടുക്കണം. മോഹൻലാൽ സാർ വരുന്ന എപ്പിസോഡിൽ ഇതിനെതിരെ ആക്ഷൻ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഉണ്ടായിരിക്കാം എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ വലിയ രീതിയിൽ ആക്ഷൻ എടുക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. കാരണം ജാസ്മിൻ അല്ലേ അടിച്ചത്. പിന്നെ ആ ഒരു വിഷയത്തിൽ ജിൻഡോയുടെ ഭാഗത്ത് നല്ല തെറ്റുണ്ട്. കാരണം ജിൻഡോ ജയിലിൽ കിടന്നിട്ട് ജാസ്മിൻ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് എന്നെ ഇരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഒന്ന് മാറിക്കൊടുക്കാവുന്ന കേസ് ഉണ്ടായിരുന്നുള്ളൂ, മാറിക്കൊടുത്തില്ല. പകരം ഓരോരോ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ടും ജാസ്മിൻ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ദേഷ്യം വരും. പക്ഷെ ആ ദേഷ്യം വന്നിട്ട് അവിടെ കൺട്രോൾ ചെയ്ത് മാറിപ്പോവായിരുന്നു ജാസ്മിൻ ചെയ്യേണ്ടിരുന്നത്. അല്ല അതിന് പകരം പോയിട്ട് അടിക്കേണ്ട ഒരു ആവശ്യവും ജാസ്മിൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്ത് ആക്ഷൻ എടുക്കുമോന്നൊന്നും എനിക്കറിയില്ല. കാരണം ജാസ്മിൻ ആയതുകൊണ്ട് ആക്ഷൻ എടുക്കാൻ വളരെയധികം സാധ്യത കുറവാണ്. ഈ തവണ എവിക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കുറവാണ്. കാരണം സിബിനും പോയിട്ടുണ്ട്, പൂജയും പോയിട്ടുണ്ട്. അപ്പം ഈ 2 ദിവസവും ആളുകളെ റോസ്റ്റ് ചെയ്യണം അല്ലോ. അപ്പൊ ജിൻഡോയ്ക്കായിരിക്കും സ്വാഭാവികമായിട്ടും കൂടുതൽ ചോദ്യങ്ങൾ കേൾക്കേണ്ടി വരിക. ജിൻഡോയും ജോലി ചെയ്തിട്ടില്ല, ജാസ്മിനും ജോലി ചെയ്തിട്ടില്ല. രണ്ടുപേരെയും ഒരുപോലെ തന്നെ ചോദ്യം ചെയ്യുകയും ഒരുപോലെ തന്നെ പണിഷ്മെന്റ് കൊടുക്കുകയും ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ജാസ്മിന് ഉറപ്പായിട്ടും ആ അടിച്ച കാര്യത്തിൽ ഉറപ്പായിട്ടും മോഹൻലാൽ സാറ് വരുമ്പോൾ ചോദിക്കണം. അല്ലെങ്കിൽ ബിഗ് ബോസിന് 2 പേർക്കും അല്ലെങ്കിൽ ബിഗ് ബോസിന് പല കാര്യത്തിലും പാർഷ്യാലിറ്റി ഉണ്ടെന്ന് ഈ ആളുകൾ പറയണതെല്ലാം ശരിയാണെന്ന് ഞങ്ങൾ കരുതും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രം വർഷ.